നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് ദേശീയ നേതാക്കളെ അറിയിച്ചു. കൊയിലാണ്ടി മണ്ഡലത്തിലും ജയസാധ്യതയെന്നാണ് മുല്ലപ്പള്ളി അനുകൂലികളുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും മുല്ലപ്പള്ളി നേരത്തെ അറിയിച്ചിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്നുവരെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചായിട്ട് ഒരു ഇലക്ഷനും കടന്നു പോയിട്ടില്ല. അപ്പോൾ മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാമല്ലോ. ഞാൻ എല്ലാ കാലത്തും സന്നദ്ധരായിരുന്നല്ലോ. ഞാൻ എല്ലാ കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ്. ദാറ്റ്സ് ഓൾ. ദാറ്റ് മച്ച് ഐ ക്യാൻ ടെൽ ദം. പക്ഷേ ഞാൻ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ്. അതേസമയം മുല്ലപ്പള്ളിക്ക് തടയിട്ട് സംസ്ഥാന ജില്ലാ നേതാക്കൾ രംഗത്തെത്തി. നാദാപുരത്ത് KM അഭിജിത്തിനെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും നേതൃത്വത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അല്ലെങ്കിൽ സൂചനകളൊക്കെ വരുന്ന ഘട്ടത്തിൽ തന്നെ തുടക്കം മുതൽ കേട്ടൊരു പേരായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നേരത്തെയും മുല്ലപ്പള്ളി ഈ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ ഉത്തര മലബാറിലെ സാമുദായിക ഐക്യമൊക്കെ നിലനിർത്താൻ മുല്ലപ്പള്ളിക്ക് സാധിക്കുമെന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. അപ്പോഴും ഒരു വിഭാഗത്തിന് മാത്രമാണ് ഈ വിലയിരുത്തൽ, ഒരു വിഭാഗത്തിന് മാത്രമാണ് മുല്ലപ്പള്ളിയോട് പിന്തുണ. എങ്ങനെയാണ് കോഴിക്കോട്ടെ ചർച്ചകൾ പോകുന്നത്? സതലക്ഷ്മി, കഴിഞ്ഞ 25 വർഷമായി കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് ഒരു MLA ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ UDFന്റെ MLAമാരുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗും, ഇപ്പോൾ ഉള്ളത് ഒന്ന് മുസ്ലിം ലീഗിനും മറ്റൊന്ന് RMPക്കുമാണ്. വടകരയിൽ KK രമയുമാണുള്ളത്. കോൺഗ്രസിന് MLAമാരുണ്ടായിട്ട് കുറേ നാളുകളായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തും നേട്ടങ്ങളുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും തന്റെ മത്സരിക്കാനുള്ള താല്പര്യം പരസ്യമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂരിലാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് മുല്ലപ്പള്ളിയുടെ മനസ്സിൽ എന്ത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് നാദാപുരത്ത് മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. നാദാപുരത്ത് മുല്ലപ്പള്ളി മത്സരിച്ചാൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അവിടെ മുസ്ലിം വിഭാഗത്തിനുൾപ്പെടെയുള്ള സ്വാധീനം, അങ്ങനെ ഒരു വലിയ തോതിൽ അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നാദാപുരത്ത് കഴിഞ്ഞ കുറേ നാളുകളായി LDF ആണ് വിജയിക്കുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ LDF ആണ് വിജയിച്ചെങ്കിൽ പോലും അന്ന് വളരെ 5000-ൽ താഴെ വോട്ടിന് മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് അവിടെ വലിയ തോതിലുള്ളൊരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദാപുരത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷം മുല്ലപ്പള്ളിക്ക് കാര്യമായ പരിഗണന പാർട്ടിയിൽ നിന്നും ലഭിച്ചില്ല എന്നൊരു പരാതി മുല്ലപ്പള്ളിയെ അനുകൂലിക്കുന്ന ആളുകൾക്കുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, മത്സരിക്കാൻ ഞാൻ എപ്പോഴും താല്പര്യം അറിയിച്ചാൽ ദേശീയ നേതൃത്വം എന്നെ കൈവിടാറില്ല എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ തന്നെയാണ് മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ധൈര്യം നൽകുന്നത്. സംസ്ഥാന നേതൃത്വം വേണ്ടത്ര രീതിയിലുള്ളൊരു പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്, ചില നേതാക്കളെല്ലാം തന്നെ റിട്ടയർമെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഈ മുല്ലപ്പള്ളി പോലെയുള്ള ആളുകളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്തായാലും സംസ്ഥാന ജില്ലാ നേതൃത്വം ഈ ആവശ്യത്തോട് ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. നാദാപുരത്ത് അവർ പരിഗണിക്കുന്നത് KSന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള KM അഭിജിത്തിനെയാണ്. അഭിജിത്തിനെ അവിടെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെയും താല്പര്യം. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റായിട്ടുള്ള K പ്രവീൺകുമാറിനെ മത്സരിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വവും ആലോചിക്കുന്നത്. പ്രവീൺകുമാറിനോട് ഇപ്പോൾ തന്നെ കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനെല്ലാം തന്നെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുല്ലപ്പള്ളി മത്സരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ദേശീയ നേതൃത്വം അതിന് പിന്തുണ നൽകുമോ എന്നതാണ് അറിയേണ്ടത്. മുല്ലപ്പള്ളിയോട് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും അതോടൊപ്പം തന്നെ അവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയോടൊക്കെ തന്നെ വലിയ അടുപ്പവും ഒക്കെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയെ വരുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും കോഴിക്കോട് ഇത്തവണ UDFന് കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ വന്നതോടുകൂടി തന്നെ കൂടുതൽ നേതാക്കൾ, അത് സീനിയർ നേതാക്കൾ മുതൽ യുവ നേതാക്കൾ വരെ ഇതിനായിട്ടുള്ള ഒരു നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ശരി പ്രസാദ്, ശരി.